സംഭവങ്ങളെ കൊണ്ട് സത്യം സത്യം ആണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അത് മനസ്സിലാക്കി ബുദ്ധിയുള്ള ആളുകൾക്ക് സ്വയം ആകർഷിച്ച് അതെടുക്കാൻ. അങ്ങനെ സ്വയം ആകർഷിച്ച് എടുക്കുമ്പോഴേ അത് ഇസ്ലാമാവുള്ളൂ. അടിച്ചേൽപ്പിച്ച് നിർബന്ധിച്ചെടുപ്പിച്ചാൽ അത് ഇസ്ലാമാവില്ല. അങ്ങനെ ഇസ്ലാമിലൊരു വിധിയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഇക്റാഹ് ഇല്ല. നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് പമ്പിച്ച് ഭയപ്പെടുത്തി ഈ മുസ്ലിം ആകണില്ലെങ്കിൽ എൻ്റെ അന്നം മുടക്കുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ വെള്ളം മുടക്കുമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് മുടക്കുമെന്നോ, അല്ലെങ്കിൽ റോഡ് മുടക്കുമെന്നോ, ഇങ്ങനെ ഒരു ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ഇസ്ലാമിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഖുർആനിൽ പരസ്യമായിട്ട് പറഞ്ഞാണല്ലോ ഇസ്ലാമിൽ ഇക്റാഹ് ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞത് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ട് അവൻ്റെതായിട്ട് അറിഞ്ഞിട്ട് ആകർഷിച്ച് വേണ്ടതായിട്ട് പ്രവർത്തിക്കുക. ഇസ്ലാമിൻ്റെ സത്യം ഒരാൾക്ക് മനസ്സിലായി, എൻ്റെ വീട് എൻ്റെതാണെന്ന് മനസ്സിലായാൽ കാരണമില്ലാതെ ഈ വീടിറക്കാൻ ഒരാൾ വരികയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞറിയില്ല, അത് എൻ്റെതാണ് എന്ന് പറയാനുള്ളൊരു വികാരം അവനുണ്ടായ മാതിരി ഞാൻ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ ഞാൻ അവനോട് പറയാണ് അത് പറ്റൂല, അല്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് സമ്മതിക്കൂല. അവൻ്റെതായിട്ടാണ് അവൻ അവിടെ വാദിക്കണത്. അത് അല്ലാഹു തആല ഇല്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കൂല, എൻ്റെ ബുദ്ധി സമ്മതിക്കണില്ല എന്ന് പറയുമ്പോൾ നമ്മളവനെ അടിച്ചേൽപ്പിക്കല്ല. അപ്പം അങ്ങനെ സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെതായി എടുക്കുക, അത്ര മാത്രമേ ഇസ്ലാമിലുള്ളൂ. ഇസ്ലാമിൽ നിർബന്ധിക്കലോ ഭയപ്പെടുത്തലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനുവേണ്ടി ഇസ്ലാമിൽ ഒരു കാലത്തും പോരാട്ടം ഉണ്ടായിട്ടില്ല. ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കാത്തതിൻ്റെ മേലിൽ ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ സുഖം മടക്കുകയോ അങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് അവൻ്റെതായിട്ട് വിശ്വസിക്കുക എന്നല്ലാതെ വേറൊരു കാര്യം. അപ്പം ഇസ്ലാമിൻ്റെ അത്ര പുണ്യമായ ഒരു ദീന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാക്കാനും കഴിയൂല. എല്ലാ മനുഷ്യൻ്റെയും ജീവിത ഗുണത്തിന് എന്നെന്നും ആവശ്യമുള്ളതാണ് ദീനുൽ ഇസ്ലാം. അതിൻ്റെ ഉറപ്പുണ്ടാകണം. ആ ഉറപ്പ് കൊണ്ട് അവന് ചെയ്യുന്ന പ്രവൃത്തി അവൻ്റെതായി ചെയ്യാൻ കഴിയുള്ളൂ. ഉറപ്പില്ലാഞ്ഞാൽ ആ സമയം പോവുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ടുള്ള ഗുണം എല്ലാവർക്കും അല്ലാഹു തആലാന്റെ അടിമകളായ സർവ്വ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഗുണം എത്തിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ എല്ലാ ബുദ്ധിയുള്ള മനുഷ്യന്മാരും ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൊരുത്തത്തിലായിട്ട് നമ്മൾ ഈ സഭ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ എല്ലാ നല്ല കാര്യങ്ങളും നന്നാകട്ടെ, നമ്മൾക്ക് എല്ലാ നിലക്കുള്ള ഗുണങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും.